എ കെ ഷാനിബ്, ഈ കേസിൽ ഇപ്പോൾ കേസെടുക്കണം, സർക്കാർ കേസെടുക്കണം എന്നുള്ളതാണ് ഈ പൊതുസമൂഹത്തിന്റെ നിലപാട്. കേസെടുക്കണം എന്നുള്ളതായിരുന്നു. ആ കേസിന്റെ നിയമസാധുതയാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്. കാരണം പരാതിക്കാർ മുന്നോട്ട് വന്നിട്ടില്ല. പരാതിക്കാർ ധൈര്യത്തോടെ വരണമെന്ന് മുഖ്യമന്ത്രി ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ധൈര്യത്തോടെ വരുന്നവരുടെ അനുഭവം നമ്മുടെ മുന്നിൽ പല ഘട്ടങ്ങളായിട്ടുണ്ട്. ഇതിപ്പോൾ സൈബർ പോലീസിലാണ് പരാതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സൈബർ കേസ് എടുക്കുമ്പോൾ സ്വാഭാവികമായും അനുഭവസ്ഥർ അത് കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ സൈബർ കേസ്. ഈ പരാതിക്കാർ വരാതെ ഒരു തേർഡ് പാർട്ടി നൽകിയ പരാതിയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാനാവുക ക്രൈംബ്രാഞ്ചിന് എന്നൊരു ചോദ്യമുണ്ട്. സർക്കാർ കേസെടുത്തതിന് ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ അതിലെങ്ങനെ മുന്നോട്ട് പോകാനാകും? മുന്നോട്ട് പോകാനാകാതെ തൽക്കാലം കേസെടുത്തു എന്ന രൂപത്തിൽ അത് കൊണ്ടുവരാനാണെങ്കിൽ നിസാം സെയ്ദ് പറഞ്ഞ പോലെ അതൊരു രാഷ്ട്രീയ കളിയായി അതിനെ സംശയിക്കേണ്ടി വരും. ഷാനി പറയാം. തീർച്ചയായും ജനങ്ങൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇത്ര എല്ലാം കാര്യങ്ങൾ പുറത്തു വന്നിട്ട് സർക്കാർ കേസെടുക്കുന്നില്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. സർക്കാരിന് കേസെടുക്കാമല്ലോ എന്ന തരത്തിൽ. അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പൂർണ്ണമായും എനിക്കറിയില്ല. എന്നാലും അത് ജനങ്ങളുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടും ഒരാൾ പരാതി കൊടുക്കാൻ തയ്യാറായി കടന്നു വന്നതുകൊണ്ടും ഒരു കേസ് അതിലെടുക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ധാർമ്മികമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത്തരം കേസുകളിലൊക്കെ ശരിക്ക് സർക്കാരാണ് വാദിയാകേണ്ടത്. കാരണം നിരവധി പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇതിൽ ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പൗരന്മാരുടെ മുഴുവൻ സംരക്ഷണം സ്റ്റേറ്റാണല്ലോ, സ്റ്റേറ്റിൻ്റെ ചുമതലയാണല്ലോ. ആ അർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു കേസുകൾ പരമ്പരയായി വരുന്ന സാഹചര്യത്തിൽ സർക്കാരിന് കേസെടുക്കാൻ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് അനുസരിച്ച് ഈ പരാതിക്കാർ, ഈ ഇരകളാക്കപ്പെട്ട ആളുകൾ പരാതിയുമായിട്ട് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ എല്ലാ സ്വകാര്യതയും മാനിച്ചുകൊണ്ട്, അവരുടെ സ്വകാര്യതകളെ സംരക്ഷിച്ചുകൊണ്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് സാധിക്കണം. ആ തരത്തിൽ സർക്കാർ മുന്നോട്ട് പോകുമെന്ന ഉറപ്പ് ഇന്ന് മുഖ്യമന്ത്രിയും കൊടുത്തിട്ടുണ്ട്. പരാതി ഉള്ള ആളുകൾ പുറത്തേക്ക് വരണമെന്നും അവർ പരാതി കൊടുക്കണമെന്നും, പരാതി കൊടുത്താൽ കൃത്യമായി അതിൽ നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നിപ്പോൾ കോൺഗ്രസ് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ആളെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിൽ അയാളെ സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കും ബാധ്യതയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും ഈ പരാതിയും ഈ കേസിനോടൊക്കെ സഹകരിച്ച് അതിന് പിന്തുണ നൽകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിൽ ഇതൊരു ചുവടുവെപ്പ് തന്നെയാണ്. വരാനുള്ള കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉണ്ടല്ലോ പരാതി എന്നാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത്. നമ്മൾ കണ്ടതാണ് ഏതു രൂപത്തിൽ പരാതികൾ, ശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളത്. ശരിയാണ്, ഇവിടെ വി.ഡി. സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും എന്ന രൂപത്തിൽ അതിനെ വിലയിരുത്തിയിരുന്നു. അവരൊരുമിച്ചാണ് നടന്നിരുന്നത്, അവരൊരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കൊക്കെ മുന്നിട്ട് നിന്നിരുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ഒരു വിഷയം വന്നപ്പോൾ അതിൽ ശക്തമായി പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് എന്ന പാർട്ടി വ്യത്യസ്തമാണ് എന്ന് തെളിയിക്കുന്ന നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ രൂപത്തിൽ ഒരു നടപടി ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഷാഫി പറമ്പിൽ വടകര MP ആണല്ലോ. ഷാഫി പറമ്പിൽ വടകരയിൽ പരിപാടിക്ക് വരുമ്പോൾ അവിടെ DYFIക്കാർ പ്രതിഷേധിക്കുന്നു. പ്രതിഷേധം അതിൽ കുഴപ്പമില്ല. പക്ഷേ അതിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ, മുദ്രാവാക്യങ്ങൾ, അത് സഭ്യതയുടെ അതിർവരമ്പ് ലംഘിക്കുന്നതിനോട് ഷാനിബിന് എന്താണ് പറയാനുള്ളത്? അല്ല, മുദ്രാവാക്യം ഇപ്പോൾ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് മുദ്രാവാക്യത്തിൽ വരുന്ന പ്രയോഗങ്ങളൊക്കെ ഒരു പ്രാസം ഒപ്പിച്ച് ആളുകൾ വിളിക്കുന്നതാണ്. അത് സംസാര ഭാഷയിൽ പരസ്പരം സംസാരിക്കുന്ന ഭാഷയിലല്ലോ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയനെതിരെ അവർ വിളിക്കുന്ന മുദ്രാവാക്യം എന്തെല്ലാം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ അത് ആ സമയത്ത് അതിൻ്റെ ഒരു ആവേശത്തിൽ പക്ഷേ ഒരു നേതാവിനെ തടഞ്ഞുകൊണ്ട് പട്ടി നായ എന്നൊക്കെ വിളിക്കുമോ? അങ്ങനെ ചെയ്യാമോ? നമ്മൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? അല്ല, അവിടെ തടയുക എന്നൊരു തീരുമാനം എന്തായാലും DYFI എടുത്തിട്ടില്ല. പ്രതിഷേധിക്കാനും ഇത്തരത്തിലൊരു പ്രതിഷേധത്തിൻ്റെ തീരുമാനവും DYFI സ്റ്റേറ്റ് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയോ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാനിബ, പ്രയോഗം തെറ്റാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് പ്രവർത്തകരോട് പറയേണ്ടതല്ലേ DYFI നേതൃത്വം? അത് ജനവികാരമാണെന്നാണോ പറയേണ്ടത്? ജനവികാരം DYFIയുടെ പ്രതിഷേധമാണ് കണ്ടത് നമ്മൾ. ജനം പ്രതിഷേധിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെ പട്ടി നായ എന്നൊക്കെ വിളിച്ചതായിട്ട് ഞാൻ കേൾക്കുന്നില്ല. പട്ടി ഷോ എന്ന് പറയുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇന്ന്
നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കുന്ന ഒരു ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് പട്ടി ഷോ നിർത്തൂ എന്നുള്ള രീതിയിൽ. പക്ഷേ എത്ര തന്നെ പ്രകോപനം ഉണ്ടായാലും ഇതൊക്കെ ഇപ്പോൾ മന്ത്രിമാർക്കെതിരെ കരിങ്കൊടിയും അതുപോലെയുള്ള സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിൽ എന്തെല്ലാം ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ വേണ്ട അത്തരം ഭാഷകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ മന്ത്രിമാരുടെ പേര് വെച്ചിട്ട് അവരെ മാറ്റി വിളിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏത് തരത്തിലാണെങ്കിലും ഇനിയിപ്പോൾ മുദ്രാവാക്യത്തിലാണെങ്കിൽ പോലും അത്തരം ഭാഷകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും നല്ലത്. അത് ഇന്നും നമ്മൾ DYFI സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മുടെ തീരുമാനമല്ല. പിന്നെ ഇത് സംഭവം നമ്മുടെ ചർച്ച വഴിമാറ്റുന്നതിന് വേണ്ടി ഒരു ഷോ കാണിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഒരു ജനപ്രതിനിധിയെ പ്രതിഷേധിക്കുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നീ ആരാടാ എന്ന് ചോദിച്ച് ഇറങ്ങുന്നു. അപ്പോൾ അയാളുടെ യഥാർത്ഥ മുഖം ഓരോ ദിവസം ഇങ്ങനെ വ്യക്തമാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പട്ടി ഷോ ആണ് എന്ന തരത്തിൽ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടാവും. അത് ജനങ്ങളുടെ പ്രതികരണമാണ്. ശരി, പട്ടി ഷോ എന്നാണ് അങ്ങ് കേട്ടതെങ്കിൽ അല്ല, അവിടുത്തെ മാധ്യമങ്ങളും അങ്ങനെയല്ല അത് റിപ്പോർട്ട് ചെയ്ത്. മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മാധ്യമങ്ങൾ അങ്ങനെയല്ല അത് റിപ്പോർട്ട് ചെയ്തത്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ പ്രതിഷേധങ്ങളൊക്കെ ലൈവ് പോവുകയാണല്ലോ, ഇതിങ്ങനെ ആളുകൾ കാണുകയാണ്. അതിൽ അപ്പോൾ മറ്റു തരത്തിലുള്ള വ്യാഖ്യാനത്തിന് സാധ്യതയില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.